കണ്ടാൽ കൊഴുക്കട്ടയെന്ന് തോന്നുമെങ്കിൽ ഇത് കൊഴുക്കട്ടയല്ല. പാപ്പുട്ട് പോലെ തന്നെ റൈസ് റവ വെച്ചുണ്ടാക്കുന്ന കടുംപുട്ടാണിത്. റൈസ് റവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടിയേക്കാളും കുറച്ചും കൂടെ തരിയുള്ള അരിപ്പൊടിയാണ്. 1 കപ്പ് റൈസ് റവയ്ക്ക് 1.5 കപ്പ് എന്നുള്ള രീതിക്ക് വെള്ളം എടുത്ത് ഉപ്പും നെയ്യും ചേർത്ത് തിളപ്പിച്ച് അതിലേക്ക് റവ ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. നമ്മൾ റവ ഉപ്പുമാവിന് കട്ട കെട്ടാത്ത റവ ചേർത്തിട്ട് ഇളക്കില്ലേ, അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് ഇളക്കിയാൽ മതി. തീ കുറച്ച് വെക്കണേ. വെള്ളമൊക്കെ വലിഞ്ഞു കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫാക്കി പാത്രം അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ അങ്ങ് ഉരുട്ടിയെടുക്കാം. കൈ പച്ചവെള്ളത്തിലൊന്ന് മുക്കി മാവെടുത്ത് ചെറുനാരങ്ങ വലുപ്പത്തിൽ അങ്ങ് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എല്ലാം ഉരുട്ടിയെടുത്തു. ഇനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിക്കാം. എല്ലാം ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നില്ല. നമ്മളെ വീട്ടിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. കടുംപുട്ട് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. ആവി ഒന്ന് ഒതുങ്ങുമ്പോൾ കൈ ഒന്ന് നനച്ച് നമുക്കിത് പുറത്തേക്ക് അങ്ങ് എടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പേര് കടുംപുട്ട് എന്നൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രുചി തന്നെയാണ്. കൂർക്കുകാരുടെ എല്ലാ പ്രധാന ആഘോഷങ്ങൾക്കും ഈ ഒരു കടുംപുട്ട് ഉണ്ടാകും. അവരിത് നല്ല കാച്ചമ്പുളിയൊക്കെ ഇട്ടുണ്ടാക്കിയ പന്നിക്കറി കൂട്ടിയിട്ടാണ് കഴിക്കുക. അല്ലെങ്കിൽ നല്ല എരിവുള്ള നോൺ വെജ് കറികളോ വെജിറ്റബിൾ കറിയൊക്കെ വെച്ചിട്ടും കഴിക്കുക. അല്ലെങ്കിൽ ചട്നി ആയാലും മതി. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു കടുംപുട്ടിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും കടുംപുട്ട് കഴിക്കാത്തതായിട്ടുണ്ടെങ്കിൽ റൈസ് റവ വാങ്ങിയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ലതാണ്.